നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ഗുളികയ്ക്ക് ആശുപത്രിയിൽ നിന്ന് വന്നെങ്കിലും ഏട്ടത്തിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല. കിടപ്പോയിരിപ്പൊക്കെയാ. കിടക്കുമ്പോ തോന്നും എണീച്ചിരിക്കണമെന്ന്. എണീറ്റാലോ ആരെങ്കിലും വിളിക്കും, കണ്ട് സംസാരിക്കും. പിന്നെയും ഒരുമാതിരി അസ്വസ്ഥ തന്നെയാ. അല്ല, മനസ്സിന് സമാധാനം കൊടുക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നുമില്ല. എന്ന് സുഖമില്ലാത്തതല്ലേ? ഇവർക്കൊക്കെ ഏട്ടത്തി ഒന്ന് വിശ്രമിക്കാൻ സമ്മതിച്ചൂടെ? എല്ലാത്തിനും ഓടി ഏട്ടത്തിയുടെ അടുത്ത് ചെല്ലുന്നതാ പ്രശ്നം. ആ ഗിരിജയാണെങ്കി തലവെന്ത നായെ പോലെ ഓടി നടക്കുക. ഇവിടെ ഉണ്ടാവുന്നതും നാട്ടിലെ കാവലുണ്ടായതും എല്ലാം വന്നു കയറിയ പെണ്ണിന്റെ ദോഷമാണെന്ന് കാണിക്കാൻ അവളിങ്ങനെ മാറി മാറി ഫോണിൽ വിളിച്ച് നോട്ടീസ് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുക. ആ അച്യുതം പിള്ള മെനക്കെട്ട് ഇറങ്ങിയിരിക്കുക. കൂടരത്തിനെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അയാളെ ഗിരിജ മേഡം കയ്യിലെടുത്തിട്ടുണ്ട്. പാമ്പാടും കാവിലെ ഏതോ ചില മുക്കുമൂലയും അറിഞ്ഞു വെച്ചിട്ട് അയാള് പള്ളുവിളിയും തള്ളുപറച്ചിലുമായി വിലസുവാ. മുത്തശ്ശി പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ അവന്റെ എല്ലും പല്ലുമൂരി ഞാൻ വിട്ടേനെ. ഇത്രയും ദൂരം മെനക്കെട്ട് കാറ് പിടിച്ചുവന്ന് പാര പണിയുന്നവനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അവനെ കാര്യം മൈൻഡ് ചെയ്യുന്നു. നമുക്കേ സുമംഗലയുടെ കാര്യത്തിലാ ശ്രദ്ധ വേണ്ടത്. ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റുമോ? അവള് വീണുപോയാലേ കുടുംബത്തിന്റെ നെടുന്തൂണാ വീഴുന്നത്.